ശബരിമലയിലെ സ്വർണ്ണപീഠം കാണാതായതുമായി ബന്ധപ്പെട്ട ദുരൂഹത മാറുന്നില്ല. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഗൂഢാലോചന ആരോപിച്ച് ദേവസ്വം മന്ത്രി വി.എൻ. വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്തും രംഗത്തു വന്നു. ദുരുദ്ദേശമില്ലെന്നും വീഴ്ചയുണ്ടെങ്കിൽ ഉൾക്കൊള്ളുമെന്നുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ കാണാതായ പീഠം പരാതി നൽകിയ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സംഭവത്തിൽ ഗൂഢാലോചന നടന്നെന്ന സംശയം ദേവസ്വം മന്ത്രി വി.എൻ. വാസവനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്തും ഉയർത്തിയത്. സ്പോൺസർ എല്ലാവരും വിഡ്ഢികളാക്കിയെന്ന് മന്ത്രി. ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിനുശേഷം അവിടെ നാടകം കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിന്റെ പിന്നിൽ ആസൂത്രിതമായൊരു നീക്കമുണ്ടോ, ഒരു ഗൂഢാലോചന ഉണ്ടോ എന്ന് സ്വാഭാവികമായി നമുക്ക് സംശയിക്കേണ്ടി വരും. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചന എന്നാണ് പി.എസ്. പ്രശാന്തിന്റെ ആരോപണം. തന്നെ മോശമാക്കിയതിൽ സമാധാനം പറയണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇത് വച്ചിട്ട് എന്തിനാണ് ദേവസ്വം ബോർഡിനെ പഴിചാരിയത്? അപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയുന്നതിന് വേണ്ടി ഇയാൾ കരുതിക്കുട്ടി ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇയാൾ പറയേണ്ട കാര്യമുണ്ട്, അതിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതാണ് എന്റെ ആക്ഷേപം. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം നടക്കട്ടെ എന്നായിരുന്നു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ പ്രതികരണം. എന്നാൽ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി. വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിശദീകരണം ഇങ്ങനെ: ചിലപ്പോൾ പലർക്കും കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിവിടെ കൊണ്ടുവച്ചിട്ട് ഇന്നാരും ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകും എന്ന രീതിയിൽ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള ഒരു ഐറ്റമാണെന്നാണ് വിചാരിച്ചത്. ഈ മാസം 25-നാണ് സ്വർണ്ണപീഠം വീട്ടിലെത്തിച്ചതെന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരി മിനി ദേവി 24-നോട് പറഞ്ഞു. എന്താണ് സംഭവമെന്ന് അറിയില്ലായിരുന്നു. സീൽ ചെയ്ത ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നു, ഷീൽഡാണെന്ന് പറഞ്ഞു. സാധാരണ അമ്പലത്തിലേക്കൊക്കെ ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും, വരുന്നവരാരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകും. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് ദേവസ്വം വിജിലൻസിന്റെ തീരുമാനം. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.